നമ്മുടെ പറമ്പിലെ കുറച്ച് തിരക്കേറിയ കുറച്ച് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ജാതിയുടെ ചോട് മൊത്തം ക്ലീൻ ചെയ്യലാണ് കേട്ടോ പ്രധാന പണി. ഇതെന്തിനാ ഇങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജാതിക്കയുടെ സീസണൊക്കെ ആരംഭിച്ചു തുടങ്ങി കേട്ടോ. അപ്പോൾ ജാതിക്കൊക്കെ തന്നെ പൊട്ടി ചോട്ടിലൊക്കെ വീഴുന്ന ജാതിക്ക ഇതുപോലെ കരിയിലകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ പോയി നമ്മൾ കാണാതെ മിസ്സായി പോകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ ജാതിയുടെ ചോട് മുഴുവനും ഇതുപോലെ അടിച്ച് നമ്മൾ കത്തിക്കുകയാണ് ചെയ്യുന്നത്. തലേദിവസം നല്ല രീതിയിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് കത്തിക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ജലാംശമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആളി കത്താതെ മെല്ലെ നീറി പുകഞ്ഞ് കത്തുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ജാതിക്ക പൊട്ടി നിൽക്കുന്നത് തോട്ടി ഉപയോഗിച്ച് വലിച്ച് പൊട്ടിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ 2-3 കൂട്ടം പണികളായിട്ട് ധൃതി പിടിച്ച് നമ്മുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഉച്ച സമയമാകുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പോൾ ഈ ഉച്ച സമയത്ത് നമ്മുടെ പറമ്പിൽ ഇതുപോലെ ഇറങ്ങി നടന്ന ഓരോ പണികളൊക്കെ ചെയ്യാൻ ഭയങ്കര സുഖമാണ്. അത്യാവശ്യം നല്ല ജാതിയുടെ തണലും ചെറിയ കാറ്റും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ആ കൂടി ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കൊതുക് കടിയാണ്. അത് നമ്മൾ ഇതുപോലെ പുകയ്ക്കുന്നത് കൊണ്ട് ഒരൊറ്റ കൊതുക് പോലും നമ്മുടെ ആ ഭാഗത്തേക്ക് വരില്ല കേട്ടോ. അങ്ങനെ നമ്മൾ പറിച്ചിട്ട ജാതിക്കകളെല്ലാം നമ്മൾ പറക്കിയെടുക്കുകയാണ്. പറക്കിയെടുത്ത് നേരെ നമ്മുടെ ബക്കറ്റിലിട്ട് നേരെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ അങ്ങനെയുള്ള പണികളൊക്കെ ആയിട്ട് നടക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളിത് അടിച്ചു വാരാൻ വേണ്ടിയിട്ട് തെങ്ങിൻ്റെ കൊലയാണ് കേട്ടോ യൂസ് ചെയ്യണത്. അപ്പോൾ ഇതുകൊണ്ട് യൂസ് ചെയ്ത് അത്യാവശ്യം ബലം പ്രയോഗിച്ച് നമുക്ക് അടിച്ച് നമുക്ക് കരിയിലകളെല്ലാം ഇതുപോലെ ഒരു സ്ഥലത്ത് കൂട്ടിയിട്ട് കത്തിക്കും. അപ്പോൾ നമ്മൾ പറമ്പിലിറങ്ങുമ്പോൾ 2-3 സ്ഥലത്ത് നമ്മളിങ്ങനെ കൂട്ടിയിട്ടിട്ടാണ് കേട്ടോ തീ കത്തിച്ച് പോകുന്നത്. പിന്നെ നമ്മുടെ ഓരോ പണികൾ നമ്മൾ ഓരോ ഏരിയയിൽ നിന്ന് നമ്മൾ തീർത്ത് വരികയാണ് കേട്ടോ. പിന്നെ 2 ദിവസം മുമ്പ് നമ്മുടെ തേങ്ങ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങയും നമ്മൾ ഈ കൂട്ടത്തിൽ തന്നെ പറക്കി എടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ ഇട്ടിട്ട് അധികമാണൊന്നും നമ്മൾ 2-3-4 ദിവസം നമ്മുടെ പറമ്പിലിടാൻ പറ്റില്ല. കാരണം രാത്രി പന്നി ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം പൊളിച്ച് അവർ കഴിക്കും കേട്ടോ. അങ്ങനെ തേങ്ങയെല്ലാം നമ്മൾ പറക്കി ഇതുപോലെ ചാക്കിലാക്കിയിട്ടാണ് നമ്മൾ ചുമന്ന് കൊണ്ട് വീട്ടിൽ കൊണ്ടുപോകണേ. അപ്പോൾ നമ്മുടെ തായലിൻ്റെ ചാമ്പയിൽ കുറച്ച് ചാമ്പയ്ക്ക വിളഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ചാമ്പയ്ക്ക നല്ല ടേസ്റ്റാണ് കേട്ടോ. ഫുൾ നല്ല കട്ടിയായിട്ടുള്ള നല്ല എന്താ പറയുക ഒരു ആപ്പിളൊക്കെ കഴിക്കുന്ന ഒരു ഫീലായിട്ട് കിട്ടും. അത്യാവശ്യം നല്ല മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അതിൽ നിന്നും ഒരു ചാമ്പയ്ക്കൊക്കെ പൊട്ടിച്ച് നമ്മൾ നേരെ തേങ്ങ നമ്മളെടുത്ത് നേരെ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. പിന്നെ നമ്മുടെ ഈ ജാതിപ്പറമ്പ് ആയതുകൊണ്ട് തേങ്ങ കൊട്ടയിൽ പറക്കി കൊണ്ടുപോകുന്നേക്കാൾ സുഖം ഇതുപോലെ ചാക്കിലാക്കി കൊണ്ടുപോകണേ കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജാതിയുടെ കമ്പിലൊക്കെ തടഞ്ഞ് കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇതുപോലെ തോളിലാക്കി ചാക്കിലാക്കി കൊണ്ടുപോകണ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ജാതിക്ക പറക്കലും ജാതിക്ക ചോട് ക്ലീൻ ചെയ്യലും തേങ്ങ പറക്കലൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ദിവസം നമ്മൾ പോകണേ. അങ്ങനെ ധൃതി പിടിച്ച ഓരോ പണികളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.